ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് വേങ്ങരയിലുള്ള മറൈൻ എക്സ്പോയിലേക്കാണ്. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലൂടെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. വഴി അറിയാതെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞ് വന്നതാണ്. പക്ഷെ ബാക്ക് സൈഡിലൂടെയാണ് ആരോ കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾ ഇതിലൂടെയാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന ഒരു വഴിക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. മോളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണുന്നത്. ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ഗ്ലാസ് തുരങ്കം പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഡെക്കറേഷൻ മേലൊക്കെ ചെയ്തിട്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു കാശ്മീരി, അതായത് തണുപ്പ് ഒരു ഏരിയ പോലെ നമുക്ക് നല്ല ഫീൽ ചെയ്ത്. ഇങ്ങനെയാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവരോരോന്നും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ടെൻറ്റുകളും അതുപോലെ തന്നെ വാട്ടർഫോൾസ്, പിന്നെ കുറേ മൃഗങ്ങളുടെ സ്റ്റാച്ചുകളും ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗം മേലെ സ്കൈൻ്റെ രീതിയിൽ മറ്റേ നമ്മുടെ അതും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നിൽക്കുമ്പോൾ അവിടുന്ന് പോകാനേ തോന്നില്ല. നല്ല തണുപ്പായിരുന്നു. പുറത്തുനിന്ന് നമ്മൾ നന്നായ ചൂടത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ മറ്റൊരു സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ മീനുകളുടെ, അതായത് മത്സ്യങ്ങളുടെ ഒരുപാട് തരത്തിലുള്ള പല മീനുകൾ, ഇത് കളർ ആയിട്ടുള്ള ചെറു മീനുകളുടെ ഒരു സെക്ഷനാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് വലിയ വലിയ മത്സ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് ഭയങ്കര കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊക്കെ. ഏത് ഭാഗമാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ കാണുന്നത്. അവിടെ വരുന്നവർക്കും ഇതേ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും. എങ്ങോട്ട് എടുക്കണം, ഏതെടുക്കണം. നല്ല ഒരു രസമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വേങ്ങര എക്സ്പോയിൽ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ചില മീനുകൾക്കും ഒരു അക്വേറിയം പോലെ ചെറിയ അക്വേറിയങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു തുരങ്കം പോലെയുള്ള, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വേറൊരു തുരങ്കത്തിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ മീനുകൾ നിറച്ചിങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ ഒരു കടലിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ആ ഒരു ഫീലാണ് നമുക്ക് തോന്നുക. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയുമ്പോൾ നമ്മൾ മത്സ്യകന്യകയുടെ പ്രകടനം നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ ഇവിടെ തന്നെ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു. ഇനി മറ്റൊരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഫാൻസി സ്റ്റോറുകളും അതുപോലെ തന്നെ വേറെ സ്റ്റേഷനറി സ്റ്റോറുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം നോക്കുന്നത് കുറേ മുടിമുത്തുകൾ, മാലകൾ, പലതരം ഫാൻസി ഐറ്റം തന്നെ ഒരുപാടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ഓരോന്നും കാണാൻ വേണ്ടിയിട്ട്. കുറേ ക്ലിപ്പുകൾ, വളകൾ, കുറേ മറ്റ് വസ്തുക്കളും ഉണ്ടായിരുന്നു. പെൻസില്, അതുപോലെ തന്നെ പഴയ കാലത്ത് നമ്മൾ നോസ്റ്റായിട്ട് തോന്നുന്ന തേൻമിഠായി, പുളിമിഠായി, അതുപോലെ തന്നെ പുളിയച്ചാർ, ജോക്കർ, ചക്രം തിരിക്കുന്ന മിഠായി, ഇതൊക്കെ നമുക്ക് നോസ്റ്റായിട്ട് തോന്നും. പിന്നെ അതുപോലെ കുറച്ച് വാർത്ത കടകളും ഒക്കെ കണ്ടു. പിന്നെ കുറേ ഹലുവകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ നിന്ന് ഈ ഒരു 2 തരം ഹലുവകളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഗോതമ്പിൻ്റെ ഹലുവയും അതുപോലെ തന്നെ പാലിൻ്റെ ഹലുവയും. പിന്നീട് ഞങ്ങൾ ഒരു സെക്ഷനിൽ പോയി നോക്കി. പിന്നെ മോതിരം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇവിടെ കാണുന്ന ഐസ്ക്രീം സെക്ഷനാണ്.
അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് എത്തുകയാണ്. അപ്പം അവിടെ കുറേ റൈഡുകളാണുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കയറാൻ പറ്റുന്ന ഒരുപാട് റൈഡുകളുമുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചായ വാങ്ങി കുടിച്ചു. മുട്ട ബോണ്ടയും അതുപോലെ തന്നെ പഴംപൊരിയാണ് വാങ്ങിയത്. ഓരോ റൈഡുകളും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിലും നമ്മൾ കയറി നോക്കി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എക്സ്പോ എന്ന് പറഞ്ഞാൽ നല്ലൊരു നമുക്ക് മനസ്സ് നിറഞ്ഞാണ് പോവുക. കാരണം അത്രയും നല്ല ഭംഗിയായിരുന്നു എനിക്ക് തോന്നിയത്. പിന്നീട് ഞങ്ങൾ സ്വീറ്റ് കോൺ വാങ്ങി കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഈ ഒരു റൈഡിലേക്ക് പോയി കയറി. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചു. പിന്നെ പാവണ്ണും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു പാവണ്ണക്ക്. പിന്നെ സ്പ്രിങ്ങോ പൊട്ടോട്ടോ അതും കഴിച്ചു. പിന്നെ ഒരു കരിമ്പും ജ്യൂസും കുടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഫുഡ് ഐറ്റംസൊക്കെ നല്ല എൻജോയ് ചെയ്താണ് ഞങ്ങൾ കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ നല്ല ഓരോ റൈഡും നോക്കിയിട്ട് പോകാൻ തുടങ്ങി. ഇത് കുട്ടികൾക്കുള്ള ഒരു ചെറിയൊരു റൈഡാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇതൊന്ന് ഈ ഒരു ഗെയിം വെറുതെ ഒന്ന് കളിച്ച് നോക്കിയതാണ്. കിട്ടിയില്ല കേട്ടോ. കാരണം അതിന് 30 രൂപയേ ഉള്ളൂ. നമ്മൾ ഫുൾ ഗ്ലാസ് അടിച്ച് താഴെ ഇടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടുമെന്നാണ് പറഞ്ഞത്. കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഗാനമേള. അത് കുറച്ച് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്.